കണ്ണൻ, യൂത്ത് എങ്ങനെയാണ് ഈ ബജറ്റിൻ്റെ ഒരു സ്പേസിൽ നിന്ന് കാണുന്നത്? കാരണം ഇതിനകത്ത് ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു മേഖല വരുന്നുണ്ട്, അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമുണ്ട്, തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള ഒരു ഭാഗമുണ്ട്. യൂത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. യൂത്ത് എന്ന നിലയിലും ഒരു സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ബജറ്റിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതിന് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ ബിരുദവും മാർക്കറ്റിൽ ഡിമാൻഡ് ചെയ്യുന്ന സ്കില്ലുകളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ വൺ അമംഗ് ദ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കില്ലിൻ്റെ ഇന്നാഡിക്വസീസാണ്. മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്ന സ്കില്ലിൻ്റെ ഇന്നാഡിക്വസിയാണ്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാനായിട്ട് ബഡ്ജറ്റിൽ സമഗ്രമായിട്ടുള്ള രീതിയിലുള്ള അലോക്കേഷനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ പറഞ്ഞതുപോലെ കണക്ട് ടു വർക്ക് എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ടുവന്നതിലൂടെ ബജറ്റിന് മുമ്പേ കൊണ്ടുവന്നു. ഇപ്പോൾ ബജറ്റിൽ 400 കോടി രൂപ വിലയിരുത്തി. ആ 400 കോടി രൂപ വിലയിരുത്തിയതോടുകൂടി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് മാർക്കറ്റ് ആവശ്യപ്പെടുന്ന സ്കില്ല് എന്ന് പറഞ്ഞാൽ തൊഴിൽ ദാതാവ് ആവശ്യപ്പെടുന്ന, എംപ്ലോയർ ആവശ്യപ്പെടുന്ന സ്കില്ല് അക്വയർ ചെയ്യാനും അതിലൂടെ അവർക്ക് ഒരു ഒരു മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടാനും അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാനും ഒരു സാഹചര്യമുണ്ട്. പിന്നെ രണ്ടാമത് വിജയരാഘവൻ സാറ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ ഖണ്ഡിക്കുന്നു. വേറൊന്നുമല്ല, ഇതൊരു ഒരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ബജറ്റ് എന്നും കൂടെ ഞാൻ പറയും. ഫോർ എക്സാമ്പിൾ, യൂത്തിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് അനുവദിച്ചതോടുകൂടി നമ്മുടെ കേരളത്തിലെ ഡെമോഗ്രഫിയെ അഡ്രസ്സ് ചെയ്യുന്നൊരു ബജറ്റായി ഇത് മാറി എന്നുള്ളത് ഒരു വസ്തുതയാണ്. പിന്നെ നൗഡേയ്സ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്താണ് എഞ്ചിൻ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ തന്നെ ഇപ്പോൾ ലൂക്കാസ് ആയാലും റോമർ പോലുള്ള ഇക്കണോമിസ്റ്റുകളായാലും എൻഡോജിനസ് എക്സോജിനസ് എല്ലാ മോഡൽസും പറയുന്നത് നിങ്ങൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, നിങ്ങൾ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യൂ. അപ്പോൾ അതിലൂടെ നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷനൊക്കെ വാരിക്കോരി തന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫ്യൂച്ചർ എക്കണോമിക് എഞ്ചിൻ ഓഫ് ഗ്രോത്താണ് ധനമന്ത്രി അതിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. ഫോർ എക്സാമ്പിൾ, ഈ പറഞ്ഞതുപോലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാഭ്യാസം, മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാഭ്യാസം, കുട്ടികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ്, അപ്പോൾ ഹെൽത്തിലും എഡ്യൂക്കേഷനിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിലോടുകൂടി ഈ പറഞ്ഞതുപോലെ സമഗ്രമായിട്ടൊരു വികസനത്തിന് അത് വഴിയൊരുക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ ഇപ്പോൾ കൂടുകയെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഞാനത് ഒരു സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാനതിനെ ആ രീതിയിൽ കാണുന്നില്ല. കാരണം ഇപ്പോൾ അധ്യാപകർക്ക് കൊടുക്കുന്ന ശമ്പളം ശരിക്കും അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്നേ ഞങ്ങൾ വിദ്യാർത്ഥി അല്ലെങ്കിൽ എക്കണോമിക്സിലുള്ള ആൾക്കാരത് വിലയിരുത്തുന്നുള്ളൂ. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു ക്യാപിറ്റൽ പാർട്ടിനെ നമ്മളതിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും റവന്യൂ കമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വരില്ല. ഓക്കെ.